വേസ്റ്റ് കട്ടിങ്സിനെ കൊണ്ട് ഒക്കെ കൂടി ചെയ്തെടുത്ത ഒരു ഫ്ലോർ മാറ്റാണിത്. അപ്പം ഈ ഫ്ലോർ മാറ്റ് കുറച്ച് വലിപ്പമുള്ളതാണ്. ഈ ഫ്ലോർ മാറ്റ് എങ്ങനെ ചെയ്യാമെന്ന് വിധം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എൻ്റെ ഈ ഈ വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ ചെയ്ത ഈ വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണമൊക്കെ ചെയ്യും. അപ്പോൾ അത് അതേമാതിരി ഉണ്ടാവും ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. കുറച്ച് വലിപ്പമുള്ള, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫ്ലോർ മാറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതേമാതിരി ഞാൻ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞില്ലേ സവാളേൻ്റെ ചാക്ക്, പച്ചക്കറി കടയിൽ നിന്ന് കിട്ടുന്ന സവാളേൻ്റെ ചാക്ക്, അതിന് കട്ടി കുറവായിരിക്കും. അതുകൊണ്ടാണ് അത് ഞാൻ അപ്പോൾ തയ്യൽ മെഷീൻ്റെ മുകളിലിട്ടിട്ട് തയ്ക്കാൻ നല്ല എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് എടുത്തത്. അപ്പോൾ അത് എടുത്തിട്ട് ഇതിൻ്റെ അടിയിലിട്ട് തയ്ച്ച് വെച്ചത്. അപ്പോൾ മുകളിൽ ഞാനൊരു പഴയ ഒരു നൈറ്റീൻ്റെ തുണി എടുത്തിട്ട് തയ്ച്ച് വെച്ചതാണ്. ബാക്ക് സൈഡ് കണ്ടില്ലേ, ബാക്ക് സൈഡ് ഞാൻ ആ സവാളേൻ്റെ ചാക്ക് കട്ട് ചെയ്ത് എടുത്ത് ഇതിനോട് കൂട്ടി ചേർത്ത് തയ്ച്ച് വെച്ചത്. ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ നല്ല ഭാഗത്ത് നമുക്ക് വർക്ക് ചെയ്യാം. ഇത് ഫോണിൻ്റെ ക്യാമറ ആയതുകൊണ്ട് ഇത് വലിയ ഫുൾ ലെങ്ത്ത് ഇതിൽ കാണിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ തുടക്കം മാത്രം കാണിച്ചു. അപ്പം ഇതേമാതിരി ഒരു പീസ് എടുക്കുക, എത്ര വീതിയിൽ ഒരു പീസ് എടുത്തിട്ട് നടുക്കിലായിട്ട് വെച്ചിട്ട് അങ്ങനെ വയ്ക്കുക. അങ്ങനെ വെച്ചിട്ട് ഈ രണ്ട് സൈഡും തയ്ച്ചു കൊടുക്കുക. ഈ ഒരു ഭാഗം നീളത്തിൽ അടിവരും തയ്ച്ചെടുക്കുക, ഈ ഭാഗം നീളത്തിൽ അടിഭാരം തയ്ച്ചെടുക്കുക. അങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ട് അതുവരെ തയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഇങ്ങോട്ടും വർക്ക് ചെയ്യുക, കുറേ ഇങ്ങോട്ട് വേറെ പീസുകൾ വെച്ച് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ രണ്ട് സൈഡും തയ്ക്കുക. രണ്ട് പോർഷനായിട്ട് ഞാൻ തയ്ച്ചെടുത്തത് കണ്ടോ, രണ്ട് ഭാഗം, ഇവിടെ ഒരു ഭാഗം, ഇതേമാതിരി രണ്ടാമത്തെ പാർട്ട്. അപ്പോൾ രണ്ട് പാർട്ടിൽ ഓരോന്നിൽ വെച്ച് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഈ ഒരു ഭാഗം തയ്ച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്ത് മടക്കി വയ്ക്കാം. അപ്പോൾ ഈ ഒരു പോർഷൻ കാണിച്ചത്, ഒരു പോർഷൻ നിങ്ങൾക്ക് കാണുമല്ലോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ ഇത്രയും നീളത്തിൽ, ഇതിൻ്റെ വീതിയിലത്തിൽ ഒരു പീസ് രണ്ട് പീസായിട്ട് നടുക്കൽ കണ്ടു. ഇതേമാതിരി തേപ്പാണിത്, ഇത് വെച്ച് തയ്ച്ചെടുത്തു. അപ്പം ഇനി എങ്ങനെ ചെയ്യുക വെച്ചാൽ, ഇതിൻ്റെ മധ്യഭാഗം വരെ ഈ പീസ് വരും, അത് കഴിഞ്ഞ് ഈ പീസ് വരും, അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പകുതി പാർട്ടിൽ ഈ പീസ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുക വെച്ചാൽ, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ അങ്ങനെ വെച്ചിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് നീളത്തിൽ തയ്ച്ചു കൊടുക്കുക. അടിഭാഗം വരെ തയ്ച്ചു കൊടുക്കണം. ഇവിടെ ഈ പോർഷൻ വരെ നമ്മൾ തയ്ച്ച് കൊടുക്കുക. പകുതി ഒരു കളറ് പകുതി, ഒരു കളറിന് പകുതിയായിട്ട് അതിൽ വരും. അതേമാതിരി ഞാൻ ഒരു ഭാഗം തയ്ച്ചെടുത്തു, ഇങ്ങനെ മറിച്ച് തയ്ച്ചെടുത്ത് ഈ കളറുണ്ട്. അപ്പോൾ ഇവിടെ വരെ പകുതിക്ക് വെച്ചിട്ടാണ് ഇത് ഈ ഇത് രണ്ട് കളറിനെ വ്യത്യാസം. അടുത്ത് ചെയ്യുന്ന വിധം അങ്ങനെ വെച്ച് ഇവിടെ ഒരു ഇഞ്ച് നീളത്തിൽ കൂട്ടിക്കൊടുക്കും. ഇതേമാതിരി കാണിച്ചത്. അപ്പോൾ ഇത് ഞാൻ രണ്ട് പീസ് ചേർത്ത് വെച്ച് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇതേമാതിരി. അപ്പോൾ ഇവിടെ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് മേൽഭാഗം കൊടുക്കുന്ന ഇവിടെ നമ്മളിത് ഈ പച്ച പീസ് കൊടുക്കുക. പച്ച പീസ് കൊടുത്തിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് ഈ നടുക്കിലെ ജോയിൻറ്റിൽ ഒരു ഇഞ്ച് നീളത്തിൽ ഈ കളറ് കയറ്റി കൊടുക്കുക. അടിയിലത്തെ കളറുള്ള കയറ്റി അടിച്ച് കൊടുക്കുക. അങ്ങനെ ഇതേമാതിരി അടുപ്പിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേമാതിരി തയ്ച്ചു കൊടുക്കും.
അപ്പോൾ കാണുന്ന സമയത്ത് ഇവിടെ കണ്ട ഒരു ഗ്യാപ്പ് വന്ന് കണ്ട് ഒരു 1 ഇഞ്ചിൻ്റെ ഒരു ഗ്യാപ്പ് ഇവിടെ വരും. അതേമാതിരി ഇത് നീളത്തിൽ ഈ പീസ് ഇതേമാതിരി നീളത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാം. ഇത് അതേമാതിരി ഞാനൊരു പീസും കൂടെ തയ്ച്ചെടുക്കും. ഇനി അടുത്ത പീസ് തയ്ച്ച് ഈ 2 കളർ, ഈ കളറും ഈ കളറും. അപ്പോൾ ഇവിടെ അങ്ങനെ വെച്ചിട്ട് ഇത് തയ്ക്കുക. അപ്പോൾ ഇവിടെ അങ്ങനെ ഇതേമാതിരി കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക. കയറിയിട്ട് ഈ കളർ കയറിയിട്ട് വേണം കൊടുക്കാൻ. ഇതേമാതിരി കൊടുക്കുക. കണ്ടോ? അപ്പം ഇതേമാതിരി തയ്ച്ചെടുക്കുക. ഇതേമാതിരി ഞാൻ ഈ പീസും തയ്ച്ചെടുക്കുക. കണ്ടോ? ഇനി അടുത്ത ഒരു പീസും കൂടെ ഉള്ളത് ഈ ഒരു പീസാണ് 2 കളറെടുക്കുക. ഇതവിടെ വെച്ചിട്ട് ഇതേമാതിരി ഇവിടെ കുറച്ച് വ്യത്യാസം വെച്ചിട്ട് തയ്ച്ചെടുക്കുക. കണ്ടോ? ഇവിടുത്തെ ഈ ഗ്യാപ്പ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കണ്ടോ? കാണുന്നില്ലേ? അതേമാതിരി അങ്ങനെ തയ്ച്ചെടുക്കും. ഇവിടെ അങ്ങനെ തയ്ക്കുന്ന സമയത്ത് ഇതേമാതിരി കളർ വരും. അങ്ങനെ ഈ ഭാഗം ഫുള്ളായിട്ട് ഓരോ നമ്മളെ കയ്യിലുള്ള പീസിനനുസരിച്ചിട്ട് ഇതേമാതിരി ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുവന്നിട്ട് തയ്ച്ചെടുക്കുക. ഈ ഭാഗം ഫുള്ളായിട്ട് തയ്ച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു സൈഡ് മുഴുവൻ ഈ പാറ്റേണിൻ്റെ ഞാൻ തയ്ച്ചെടുത്തത്. അപ്പോൾ സ്റ്റെപ്പ് മാറ്റി ഇതേമാതിരി എല്ലാം കാണാനായിട്ട്. ഈ സൈഡ് ഫുള്ളായിട്ട് തയ്ച്ചെടുത്ത് അടുത്ത സൈഡ് തയ്ക്കുന്നുണ്ട്. ഇവിടെ ഈ സൈഡിന് മറ്റേ സൈഡ് തയ്ച്ച് കഴിഞ്ഞ് ഈ സൈഡ് തയ്ക്കുന്ന ഇത് നോക്കാം. ഇവിടെ ഞാൻ പകുതി വരെ തയ്ച്ച് ഒരു ഇത് നടുക്കിലായിട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സൈഡിൽ ഈ ഭാഗം കൂടുതലായിട്ട് കൊണ്ടുവരും. ഇനി തിരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ അങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം കൂട്ടി കൊണ്ടുവരുക. അപ്പം അങ്ങനെ വെച്ച് കൊടുക്കുക. ഈ പീസ് ഇതിങ്ങനെ ഇവിടെ അങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് തയ്ച്ചെടുക്കുക. ഇവിടെ അങ്ങനെ ആയിട്ട് ഇവിടെ അങ്ങനെ കുറയ്ക്കും. ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചിട്ട് ഇവിടെ അങ്ങനെ ഉണ്ടാവും. ഇതേമാതിരി ഉണ്ടാവും. ഇതേമാതിരി തയ്ച്ചെടുക്കുക. അങ്ങനെ ഈ ഭാഗം മറ്റേ ഭാഗം തയ്ച്ച മാതിരി തന്നെ ഈ ഭാഗം ഫുള്ളായിട്ട് ചെറിയ പീസ് വെച്ച് തയ്ച്ചെടുക്കണം. അത് തയ്ച്ചിട്ട് തയ്ക്കുക. പിന്നെ മാറ്റിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് പീസുകൾ വെച്ച് ഞാൻ തയ്ച്ചെടുത്ത് കണ്ട് ഇതേമാതിരി ഇടാൻ തയ്ച്ചെടുത്തിട്ട് കാണാനായിട്ട് 2 സൈഡ് ഞാൻ തയ്ച്ചെടുത്ത്. മറ്റേ സൈഡിൽ അതേ ആര്യാണ്. ഇത് അതേമാതിരി ഞാൻ പീസുകൾ കണ്ടോ? ഇങ്ങനത്തെ പീസ് വെട്ടിയെടുത്തു. ത്രികോണമാതിരിയുള്ള പീസ് വെട്ടിയെടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 4 കോർണറിലുണ്ടല്ലോ ഈ നമ്മൾ മാറ്റ് തയ്ച്ചെടുത്തതിൻ്റെ കോർണർ വരുമല്ലോ. കോർണർ ഈ സൈഡ് അതൊരു കോർണറായിട്ട് വരും. അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ഈ പീസ് വെച്ച് തയ്ച്ച് കൊടുക്കുക. ഇതേമാതിരി. അപ്പോൾ ഇവിടെ സൈഡിൽ ഇവിടെ മടക്കിയിട്ട് കണ്ട അങ്ങനെ വന്നിട്ട് ഇവിടെ മടക്കുക. ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതേമാതിരി 4 സൈഡിൽ, ഇതിപ്പോൾ ഒരു സൈഡാണ് ഞാൻ കാണിക്കുന്നത്, 4 സൈഡിലും തയ്ച്ച് കൊടുക്കുക. ഇതേമാതിരി 4 സൈഡും തയ്ച്ചെടുക്കുക. ഇപ്പോൾ 4 കോർണറിലും ഇതേമാതിരി ഞാൻ തയ്ച്ചെടുത്തു ഓരോന്ന്. ഇതേമാതിരി 4 കോർണർ തയ്ഞ്ഞ് ഇനി ഇതിൻ്റെ മുകളിലൊരു പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇത്ര വീതിയിൽ ഞാൻ ഒരു പീസ് വെട്ടിയെടുത്തു. എന്നിട്ട് ഈ ഭാഗത്തുണ്ടല്ലോ ഈ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക.
ഈ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ച് ഒരു തയ്യൽ കൊടുക്കുക. നീളത്തിൽ ഇതേമാതിരി ഒരു സൈഡ് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക. അതേമാതിരി അതേമാതിരി ഞാനൊരു സൈഡ് ഫുള്ളായിട്ട് അടിച്ചെടുത്ത് കൊണ്ട് തയ്ച്ച് എടുത്ത്. ഇനി ഇതെന്താ ചെയ്യുക വെച്ചാൽ ഇവിടെ നമ്മൾ തയ്ച്ചെടുത്തില്ലേ ഒരു ഭാഗമാണ് സൈഡാണത്. അപ്പോൾ ഇതേമാതിരി 4 സൈഡും തയ്ച്ചെടുക്കണം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഇവിടെ അങ്ങനെ കുറച്ച് മടക്കി വെച്ചിട്ട് ഇവിടെ അങ്ങനെ മടക്കിയിട്ട് ഇവിടെ അങ്ങനെ തയ്ച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ബോർഡർ മാതിരി ഇവിടെ വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഇതാക്കിയിട്ട് കുറച്ച് മടക്കി കൊടുക്കുക. ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. വെച്ചിട്ട് അങ്ങനെ വെച്ച് ഇതിൻ്റെ മുകളിൽ കൂടെ തയ്ച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ അതേമാതിരി 4 വശം തയ്ച്ചെടുക്കുക. ഇതിപ്പോൾ ഒരു സൈഡാണത്. ഇതേമാതിരി 4 ഭാഗം തയ്ച്ചെടുക്കുക. എന്നാൽ അതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഞാൻ ചെയ്തെടുത്ത ആ ഫ്ലോർ മാറ്റ് കാണാൻ ഇതേമാതിരി ഉണ്ടാവും. ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു.